അപ്പം നമുക്ക് നല്ല വലിയ ഞണ്ടിനെ ഇട്ടിട്ടുണ്ട് കേട്ടാ. കണ്ടോ അതിൻ്റെ കൈ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് അടിപൊളി ഒരു ഞണ്ട് പിരളാൻ ഉണ്ടാക്കാം കേട്ടാ. നമ്മൾ ചെറിയ ഞണ്ട് വെച്ചിട്ട് ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പം അതെങ്ങനെ ചെയ്യാൻ നോക്കാം ബാ. അപ്പം നമുക്കിത് ആദ്യം നന്നായി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ക്ലീൻ ചെയ്യണം, ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ മണ്ണുണ്ടാവും കേട്ടോ. അപ്പം നമുക്കിതൊക്കെ നന്നായി കഴുകിയെടുക്കാം ആദ്യം തന്നെ. പിന്നെ ഇതിൽ പൊന്നുണ്ട് കേട്ടോ നിറച്ചും. നമുക്ക് മെല്ലെ അത് അലിഞ്ഞു പോകാതെ മെല്ലെ കഴുകിയെടുക്കാം. അങ്ങനെ ഞാൻ ആ പൊന്നൊന്നും അലിഞ്ഞു പോവാതെ മെല്ലെ മെല്ലെ സൂക്ഷിച്ച് കഴുകിയെടുത്തിട്ട് അങ്ങനെ ചട്ടിയിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ആളേനെയും ഞാൻ അങ്ങനെ കഴുകിയെടുത്തു. നിറച്ചും ചളി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ഇത് കഴുകി ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പം നമ്മൾ 3 പേരെയും കഴുകി ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവരെ 3 പേരെയും ചട്ടിയിൽ നിരത്തി വെച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കേട്ടോ, ഇതിലും കൂടുതൽ ഒഴിക്കണ്ട, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങാൻ വെച്ചു. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ആവി കയറി വന്നാൽ മതി. അപ്പോൾ അതേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇവർ വെന്തിട്ടുണ്ട്. നല്ല ചുവന്ന നിറമായിട്ടാ. വേവുമ്പോൾ ചൂടടിക്കുമ്പോൾ തന്നെ ഇവരുടെ നിറം മാറി ചുവന്ന നിറമാവുമെന്ന് അറിയാലോ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇപ്പം നല്ല ചൂടാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിൻ്റെ തോല് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതാ വേവിച്ചുകൊണ്ട് ഇതിൻ്റെ തൊണ്ട് പൊളിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തൊണ്ട് പൊളിക്കാൻ കിട്ടില്ല. അതാ തൊണ്ട് പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് പൊന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പറിച്ച് കളയാൻ കേട്ടോ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് പറിച്ച് കളയാം. അപ്പോൾ അത് നന്നാക്കൽ കഴിഞ്ഞ് ഈ തൊണ്ട് നമുക്ക് കളയാട്ടാ. ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വലിയൊരു അബദ്ധം പറ്റി, കറണ്ട് പോയി. ഇത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും അപ്പം ഞാനിത് വെള്ളം ഒഴിച്ചു. മിക്സിയുടെ മുകളിൽ വെച്ചപ്പോഴത്തേക്കും കറണ്ട് പോയിട്ട്. അപ്പം നമുക്കിത് ചതച്ചെടുക്കാം. ഇപ്പോൾ കുരുമുളകൊക്കെ ഇപ്പോൾ ഈ വെള്ളത്തിൽ പോയി. നമുക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചതച്ചെടുക്കാം. അപ്പോൾ മാക്സിമം ഇതിൽ ചതയ്ക്കാൻ പറ്റുന്ന അത്രയും ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അധികം അങ്ങോട്ട് ചൂടാവണ്ട. അതിന് മുന്നേ തന്നെ നമ്മൾ ആ ചതച്ച മസാല ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചട്ടി വല്ലാണ്ട് പുകഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുരുമുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് അധികം പുകയണ്ട. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത്, കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചോയ മാറുന്നവരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് കറിവേപ്പിലയാണ് കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. കറിവേപ്പില ചെന്നാൽ തന്നെ കറിയുടെ ലെവൽ മാറും. അപ്പോൾ തന്നെ നല്ല മണമായിട്ടോ അവിടെയൊക്കെ. അപ്പോൾ അതങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പണിയുണ്ട് കേട്ടോ. 2 വലിയ സവോള നല്ല കനം കുറച്ച് നൈസായിട്ട് അരിയണത്. എന്താ വെച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നൈസായിട്ട് അരിയണേ. അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി, കുഞ്ഞുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ സവോളയും കുഞ്ഞുള്ളിയും പകുതിയായിട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞുള്ളി എത്രയും ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. അപ്പം ഞാനിതിൽ കുറച്ച് കുഞ്ഞുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അത് നുറുക്കണം എന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടാലും വഴറ്റുമ്പോൾ അത് വഴന്ന് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ മസാല വഴന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് സവോള നുറുക്കി വെച്ചത് ചേർത്ത് കൊടുത്തു. അതെങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒപ്പം തന്നെ ഈ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ.
അത് നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുവിധം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇത് കടൽ ഞണ്ടാണ് കേട്ടോ. കടൽ ഞണ്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. നമ്മൾ കറിക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ഇതിൽ നന്നായി വഴന്നപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ മുളക് പൊടി ചേർത്തു. മുളക് പൊടി 1/4 സ്പൂണ് ചേർത്തുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ മസാല പൗഡറും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയപ്പോൾ ഞാനതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. വലിയ തക്കാളി ആവശ്യമില്ല കേട്ടോ, അപ്പോൾ കറിക്ക് പുളി ടേസ്റ്റ് വരികയുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ തക്കാളിയൊക്കെ അതിലലിഞ്ഞ് നല്ല പേസ്റ്റ് പോലത്തെ മസാലയാക്കി എടുക്കണം കേട്ടോ. എപ്പോഴും തക്കാളി ഇടുന്നതായിട്ട് മുന്നേ ഈ മസാലപ്പൊടികൾ ഇട്ടാൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് അത് ആദ്യം ഇടുന്നത് കേട്ടോ. എന്നിട്ട് തക്കാളി ഇട്ടാൽ മതി. പിന്നെ നല്ലപോലെ അത് പേസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഞണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞണ്ട് പാതി വെന്തതായതുകൊണ്ട് പിന്നെ അതിലേക്ക് പ്രത്യേകം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പെരളനാണല്ലോ നമ്മൾ ഉണ്ടാക്കണേ. അതുകൊണ്ട് അതങ്ങനെ ഇളക്കി കൊടുത്ത് ആ മസാല മുഴുവനും ആ ഞണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങണം. അത്രയും സമയം നമ്മൾ തീ സിമ്മിലിട്ട് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ പെരളനായതുകൊണ്ട് നന്നായി മസാലയൊക്കെ ഇതിൽ പിടിക്കണ പോലെ ഞാൻ ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഞണ്ട് പെരളൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നല്ല മണവും ഉണ്ട്, നല്ല എന്താ പറയാന്നറിയില്ല, അത്രയും നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഞണ്ട് കിട്ടുക വെച്ചാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.